മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ വെള്ളനാടി കവലയ്ക്ക് സമീപം പൈങ്ങിനത്തോടിന് കുറുകെയുള്ള പാലത്തോട് ചേർന്നാണ് വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറിലും ചാക്കിലും കെട്ടി ലോഡ് കണക്കിന് മാലിന്യമാണ് ഈ പ്രദേശങ്ങളിലാകെ തള്ളിയിരിക്കുന്നത്. മത്സ്യ മാംസ അവശിഷ്ടങ്ങളും വീടുകളിൽ നിന്നുള്ള മാലിന്യവുമെല്ലാം ഇവിടെ കൂടിക്കിടപ്പുണ്ട്. മാലിന്യത്തിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം മൂലം മൂക്കുപൊത്തി ഇതിലെ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ്. ഇതുമൂലം കാൽനടയാത്രക്കാർക്ക് ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യവുമുണ്ട്. തെരുവുനായകൾ മാലിന്യം കടിച്ചു വലിച്ച് റോഡിലേക്കിട്ട് റോഡിന്റെ വശങ്ങളിലെല്ലാം മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്ന കാഴ്ചയുമുണ്ട്. മുൻപും ഈ മേഖലയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമായിരുന്നു. മുണ്ടക്കയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും പിന്നീട് മാലിന്യം നിക്ഷേപിക്കാതിരിക്കാൻ നെറ്റ് അടക്കം വലിച്ചുകെട്ടി സംവിധാനം ഒരുക്കുകയും ചെയ്തു. എന്നാൽ കാലങ്ങൾ പിന്നിട്ടതോടെ വീണ്ടും പ്രദേശമാകെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും തണലൊരുക്കുന്നതിനുമായി റോഡിന്റെ വശത്ത് നിൽക്കുന്ന ഇല്ലിക്കൂട്ടത്തിന് സമീപവും വലിയ തോതിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും മാലിന്യങ്ങൾ വലിയ തോതിലാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. കൂടാതെ ബൈപ്പാസിന്റെ വശങ്ങളിലെ നടപ്പാതകളിലും മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. പുലർച്ചെ നിരവധി ആളുകളാണ് പ്രഭാത സവാരിക്കായി മുണ്ടക്കയം ബൈപ്പാസിലെത്തുന്നത്. മാലിന്യ നിക്ഷേപം ഇവർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. സമീപത്തെ തോടിലേക്കും സാമൂഹ്യവിരുദ്ധർ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അടിയന്തരമായി മേഖലയിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.